എന്റെ പാവ അമ്മയ്ക്ക് ചികിത്സ ഇല്ലാത്ത ഈ ഹോസ്പിറ്റലിൽ ശേഖരൻ മുതലാളി. ഇപ്പൊ വിളിക്കാം. സംഭവം ഞങ്ങൾ ഈ നാട്ടുകാരാണെങ്കിലും അങ്ങനെ അക്രമം കണ്ടു കഴിഞ്ഞാൽ മിണ്ടാണ്ടിരിക്കുന്ന നാട്ടുകാരല്ല. നിങ്ങൾ പണ്ട് മുതലേ എന്തൊക്കെ വൈരാഗ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതൊരുമാതിരി വല്ലാത്ത ചെയ്ത്തായി. അതും ആശുപത്രി എന്നൊക്കെ പറഞ്ഞൊരു പൊതുസ്ഥാപനമാണ്. അവിടെ പോയിട്ട് ഇങ്ങനെ തെണ്ടിത്തരം കാണിക്കാന്നൊക്കെ പറഞ്ഞാൽ മഹാ തെണ്ടിത്തരായിട്ട് എനിക്ക് തോന്നിയില്ല. അതെ അതെ അതെ, അച്ഛൻ മോനെ എരികേറ്റി വിട്ടാന്ന് പൊതുവെ ഒരു വർത്താനമൊക്കെ ഉണ്ട്. അത് വർത്താനമൊന്നുമല്ല, അതുള്ളത് തന്നെയാണ്, എനിക്കറിയാതെ. കാർത്തികൻ ഒരു ഇരുമ്പ് വടി കൊണ്ടാവും നേരെ ജീപ്പിൽ ഇറങ്ങി റിസപ്ഷനിലോട്ട് കയറി പിന്നെ അടിയോട്ട് അടി. അവിടെ കിടക്കുന്ന ഒരു 4-4 പ്ലാസ്റ്റിക് കസേര, നല്ല കിട്ടിയില്ല കസേര തവിട്ട് കൂടി. പിന്നെ ICU കയറിയിട്ട് എന്തൊക്കെയാ തല്ലി തകർക്കുന്നത്, കയ്യും കണക്കില്ല, പൈശാചികം. ICU കയറി തല്ലി തകർക്കുന്ന സമയത്ത് മോലാലിയുടെ മോള് ജാനകി മോളോട് നിൽക്കുന്നുണ്ട്. അതിന്റെ ദേഹത്തെങ്ങാണ് ഇത് വന്ന് അടിച്ചിരുന്നെങ്കിൽ ഈ നാറി സമാധാനം പറയൂ. അതോടെ പേഷ്യൻസ് എത്ര കിടക്കുന്നത് അതെങ്കിലും ആലോചിക്കണ്ടേ? ബോധം വേണ്ടേ? ഇല്ല ഇല്ല, തീരില്ല. പിന്നെ ICU കിടക്കുന്ന ഒരു 4-4 ഇരുമ്പിന്റെ കസേര കൂടിയത് തവിട്ട് പൊടിയാക്കി. പിന്നെ 2 ECG മെഷീൻ, 2 വെന്റിലേറ്റർ, പിന്നെ 2 കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ. അത് പിന്നെ പഴയ മോഡൽ മോണിറ്റർ ആയ അങ്ങനെ വലിയ വില കിട്ടില്ല. അപ്പോ ഈ പൊളിച്ചടിക്ക് ആക്രിസാനെല്ലാം കൂടി ഒരു 6000 രൂപയ്ക്ക് ഞങ്ങൾ എടുക്കാം. 6000 പോലെ 6000 എന്നാ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഒരു 6500 ഫിക്സ് പോയി കൈ കൊടുത്ത. കയ്യില്ലാത്ത മനുഷ്യന് കഴിക്കാൻ കൊടുത്ത ഫ്രൂട്ട്സ് ഉണ്ട്, തോല് കളയാണ്ട്. ആ കൈ ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ, ഒരു മാറ്റമില്ല. അത് കളിച്ചിട്ടില്ല. സ്വന്തം അമ്മയ്ക്ക് ചികിത്സ നിഷേധിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും ഇതേ ചെയ്യും. ഞാനൊക്കെ ഹോസ്പിറ്റലിൽ മൊത്തം തല്ലി തറുന്നത് ഇത്രയ്ക്ക്. ഞങ്ങളിന്ന് ബാങ്ക് വഴി പോയായിരുന്നു ശേഖരമുതലാളിയുടെ. പുള്ളിയുടെ വായിന്ന് വരുന്ന വർത്താനം കേട്ട് കഴിഞ്ഞാൽ എൻ്റെ കാർത്തികൻ സാറേ പെട്ടതള്ള സഹിക്കൂല. ഇവിടെ അച്ഛനെ പറ്റിയിട്ടൊക്കെ പറയുന്ന അപരാധം കേട്ടിട്ടുണ്ടല്ലോ, ഞങ്ങളുടെ തൊലി ഉരിഞ്ഞു പോയി. നിങ്ങളെ പച്ചക്ക് കത്തിക്കുന്നൊക്കെയാണ് ആള് പറഞ്ഞത്. പച്ചക്ക് കത്തിക്കും പൊള്ളീനെ. അതാണ് ഞങ്ങൾ പറയണത്. പറ്റുമെങ്കിൽ കാർത്തികൻ സാർ ഒന്നും കൂടെ ജീപ്പ് എടുത്തിട്ട് വന്നിറങ്ങാം, പോയിട്ട് ആ ബാങ്ക് അങ്ങോട്ട് തല്ലി അങ്ങോട്ട് തകർക്കും. ആൾക്ക് കിട്ടിയതൊന്നും പോരാ. പൊളിക്കാൻ പോയി കമ്പ്യൂട്ടറിന്റെ പുതിയ മോണിറ്ററൊക്കെ അടിക്കിട്ടാ, പഴയനത്ര വിലയില്ലാതെ. അതെ അതെ, ആൾക്ക് കനത്ത നഷ്ടം ഉണ്ടാവണം. അതെ അതെ. അപ്പം മുതലാളി എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം പോലെ ശനിയാഴ്ചയോ വെള്ളിയാഴ്ചയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയിട്ടേ ശരിയൊന്നുമില്ല.